പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ഇനി കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാൻ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നല്ല നമുക്ക് കമാൻഡിങ് പവറുള്ളൊരു ലീഡറാണ്. അദ്ദേഹത്തെ അതെല്ലാം അംഗീകരിച്ചേ പറ്റും. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുമായിരുന്നു. കേരളത്തെ ഇതുപോലെ തൻ്റെ കാൽ കീഴിലിട്ട് കൊണ്ടുപോകാനും മാറ്റങ്ങൾ വരുത്താനും കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അദ്ദേഹം തിരിച്ചു വരണമെന്ന് ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അത് ആഗ്രഹിക്കും. തീർച്ചയായും അതിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെ. ഇവിടുത്തെ ചൂരൽമലയിലെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ സർക്കാരിന് എതിരെയാണോ അല്ലെങ്കിൽ അനുകൂലമാണോ? അല്ല, സർക്കാരിനോട് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ ഒരു മരവിപ്പായിട്ടുണ്ട് അവരുടെ. ഇതിനും വലിയ അപകടം അങ്ങേയറ്റം അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കാവുന്നതിൽ ഏറ്റവും വലിയ അപകടം ആണ് അവർ അഭിമുഖീകരിച്ചത്. അപ്പോൾ ഇത് അവരുടെ മാനസികമായിട്ട് എന്തിനും നേരിടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിസ്സംഗമായി പോയിട്ടുണ്ട് ആ ജനത. നമസ്കാരം. കഴിഞ്ഞ വർഷം ചൂരൽമലയിലുണ്ടായ വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തും വലിയ രീതിയിൽ അനാസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പൂർണ്ണത വരുത്താനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ചൂരൽമല ആക്ഷൻ കൗൺസിൽ അതിലെ പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള ഷാജിമോൻ ചേട്ടനിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വലിയ രീതിയിൽ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു ഇത്. അപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ചൂരൽമലയിലെ അല്ലെങ്കിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ പിരിച്ചെടുത്തത്. ഇതിൽ ഒന്നും തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൽ എത്രത്തോളം വലിയ യാഥാർത്ഥ്യമുണ്ട്? ഇത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഇതിന് ഒന്നും മറച്ചു വെക്കാനല്ല. കാരണം 765 കോടി രൂപയാണ് CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ നല്ല സന്മനസ്സുള്ള ആളുകൾ ഈ കണ്ണീര് കണ്ടിട്ടിട്ടത്. നോക്കൂ, ഞങ്ങളുടെ ഈ 3 വാർഡുകൾ 10, 11, 12 വാർഡുകൾ മേപ്പാടി പഞ്ചായത്തിലെ ആ പ്രദേശങ്ങളിൽ ആ ആളുകളുടെ കടബാധ്യത എന്ന് പറയുന്നത് ഒരു 30 കോടിക്കടുത്താണ്. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലയിലെ ആളുകളെ കണ്ടിരുന്നു. റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ മാനേജർ അടക്കം കണ്ടിരുന്നു. അപ്പോൾ അവർ ബാങ്കിൻ്റെ ആളുകൾ പറഞ്ഞു ഞങ്ങളൊരു 7 കോടി രൂപയോളം പലിശ വരും, അത് ഞങ്ങൾ എഴുതി തള്ളാൻ തയ്യാറാണ്. ബാക്കി മുതലായിട്ടുള്ള അതിൻ്റെ മുതലുണ്ടല്ലോ, ആ പണം ഗവൺമെൻറ് CMDRF എന്നൊക്കെ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ ഈ ലോണിൻ്റെ പ്രശ്നം തീരും. ഞങ്ങളുടെ പേരിൽ, അതായത് മലയാളികളായിട്ടുള്ള ആളുകളുടെ നികുതി പണമല്ല, നമ്മളെ ഈ ഓരോ മനുഷ്യനും അവൻ്റെ വേർപ്പിൽ നിന്ന് കൊടുക്കുന്ന നികുതി പണം എടുത്തത് കൊടുക്കണ്ട. ആളുകൾ ഈ ദുരന്തബാധിതരുടെ പേരിൽ നിക്ഷേപിച്ച CMDRFിലേക്ക് നിക്ഷേപിച്ച പണമുണ്ട്, അതെടുത്ത് കൊടുത്താൽ പോലും ഈ ആളുകളുടെ ദുരന്ത ബാധിതരുടെ കടബാധ്യതകളില്ലാതാവും, ഒരുപാട് ആത്മഹത്യകളില്ലാതാവും. ഇനിയാണ് ഈ ജനങ്ങൾ ഇതുവരെ ആളുകൾ സഹായിക്കാണ്ടിരുന്നു. ഇനിയാണ് അപകടം. കാരണം ഇവൻ ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുന്നൊരു അവസരമാണ്. ഈ ലോണ് തിരിച്ചു പിടിക്കാൻ തുടങ്ങി ബാങ്കുകൾ. അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം അങ്ങനെ എടുത്തു പോവുകയാണ് ബാങ്കുകൾ. ഗവൺമെൻറ് സഹായമായിട്ട് കൊടുക്കുന്ന പൈസ പോലും തിരിച്ച് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പലരും അക്കൗണ്ടൊക്കെ മാറ്റിയിട്ടൊക്കെ നിക്ഷേപിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത്രയും പണം ഉണ്ടായിട്ട് പോലും ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിനപ്പുറം ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഈ വരുന്ന പണം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് സാസ്കി ഫണ്ടെന്ന് വന്നു. അതിനു മുമ്പ് ഒരു 550 കോടി രൂപ 50 വർഷത്തേക്കുള്ള വായ്പയായി കൊടുത്തു. CMDRFിൽ കിടക്കുന്ന പണം, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന പണം പോലും കൃത്യമായിട്ട് വിനിയോഗിക്കാതെ, നമുക്ക് പുനരധിവാസം പോലും, വീടുകളുടെ നിർമ്മാണം പോലും ഇനി വരെ ഒന്നും ആയിട്ടില്ല. അടിത്തറ പോലും പൂർത്തിയായിട്ടില്ല. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് 402 വീടുകളാണ് ഇതുവരെ. ശരിക്കും ഒരു പരിധി വരെ 448 വീടും കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു പറയുന്നത്. പക്ഷേ ഒന്നുമായിട്ടില്ല. 1 വർഷമോ 2 വർഷത്തിനും ഇത് തീരുമെന്നും വിശ്വാസമില്ല. ഇപ്പോൾ പ്രധാനമായിട്ട് സന്നദ്ധ സംഘടനകൾ നിരവധി വീടുകൾ ഇപ്പോൾ ഇവിടെ പ്രജീഷ് അടക്കമുള്ള ആളുകളുടെ വീടുകൾ പണിത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മറയാക്കിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഗവൺമെൻറ് ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇതിൽ നിന്ന് നോക്കൂ, 20 ലക്ഷം രൂപയാണ് ഒരു വീടിന് സ്പോൺസർമാരുടെ അടുത്ത് നിന്ന് ഗവൺമെൻറ് വാങ്ങിച്ചത്. പക്ഷേ സ്വന്തമായിട്ട് ഞങ്ങൾ ഈ പുനരധിവാസം കണ്ടെത്തിക്കോളാം എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് 15 ലക്ഷം രൂപ. അതിൽ പോലും 5 ലക്ഷം രൂപ ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഗവൺമെൻറ് ഈ ദുരിതത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കും എന്നുള്ള ഒരു ഗവേഷണത്തിലാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കബളിപ്പിക്കുക എന്നതിൽ പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഗവൺമെൻറ് 5 ലക്ഷം രൂപ ഗവൺമെൻറ് വകമാറ്റുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതൊരു കബളിപ്പിക്കലല്ലേ? ജനങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണല്ലോ അത്.
അല്ല, ഇതിൽ ഒരു പച്ച യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. കാരണം നമ്മളുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് യാഥാർത്ഥ്യബോധത്തോട് നോക്കുന്ന ആളുകൾക്കും അറിയാം നമുക്ക് വരുമാനമൊന്നുമില്ല, ലോട്ടറിയും മദ്യത്തിനപ്പുറം വരുമാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ പോലും CMDRF 765 കോടി രൂപ കടലാസിൽ മാത്രമായിരിക്കാനും സാധ്യത. അതുകൊണ്ട് ഈ ഇഴഞ്ഞു നീങ്ങുന്ന ഇപ്പോൾ നമ്മളെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലും സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാൻ കാരണം. അപ്പോൾ ഓരോ ദുരന്തങ്ങളെയും ഓരോ അവസരങ്ങളായി കാണുന്നു ഗവൺമെൻറ് എന്നുള്ളതാണ് നമ്മുടെ വിമർശനം. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വമ്പൻ പരാജയമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പുനരധിവാസം പോലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ക്ഷേമ പരിപാടി, അത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് നമുക്കറിയാം, താൽക്കാലിക പുനരധിവാസം, പെട്ടെന്ന് ആളുകളെ കൊണ്ടുവന്ന ക്യാമ്പുകളിലേക്ക് എത്തിച്ച്, അതിൽ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഗവൺമെൻറ് ചെയ്തത് താൽക്കാലിക പുനരധിവാസത്തിൽ. അതിനുശേഷം അവർക്കുള്ള ചികിത്സ, മറ്റ് കാര്യങ്ങൾ, ചികിത്സയുടെ കാര്യത്തിൽ ഇന്നും അന്ന് ചികിത്സ കൊടുത്തിരുന്നു തുടർ ചികിത്സ ആവശ്യമായ ആളുകൾക്ക് ഇന്നും പണത്തിന് വേണ്ടി അവർ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇന്ന് എൻ്റെ പല സുഹൃത്തുക്കളും കയറി ഇറങ്ങി നടക്കുക, അക്കാര്യത്തിൽ പരാജയമുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള പുനരധിവാസം നോക്കൂ, 11 മാസമായി ഇന്നത്തേക്ക്. 11 മാസമായി ഇപ്പോൾ ഇതുവരെയും അടിത്തറ പോലും പൂർത്തിയായിട്ടില്ല ആ വീടുകളുടെ. അതും ഇപ്പോൾ കേവലം 450 വീടുകൾ പണിയെടുക്കേണ്ടടുത്ത് 150 വീടുകളുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് പോലും ഉള്ളൂ. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലാണ് ഇവർക്ക് പുനരധിവാസം സാധ്യത? അക്കാര്യത്തിൽ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും ഗവൺമെൻറ്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന ഇഴഞ്ഞു നീങ്ങുന്നൊരു അവസ്ഥ കൂടിയാണല്ലോ. ഇവിടുത്തെ ചൂരൽമലയിലെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ സർക്കാരിന് എതിരെയാണോ അല്ലെങ്കിൽ അനുകൂലമാണോ? അല്ല, സർക്കാരിനോട് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളൊരു മരവിപ്പായിട്ടുണ്ട് അവരുടെ. ഇതിനും വലിയ അപകടം അങ്ങേയറ്റം അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കാവുന്നതിൽ ഏറ്റവും വലിയ അപകടം ആണ് അവർ അഭിമുഖീകരിച്ചത്. അപ്പോൾ ഇത് അവരുടെ മാനസികമായിട്ട് എന്തിനും നേരിടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിസ്സംഗമായി പോയിട്ടുണ്ട് ആ ജനത. അതാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ഇനി കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാൻ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നല്ല നമുക്ക് കമാൻഡിങ് പവറുള്ളൊരു ലീഡറാണ്. അദ്ദേഹത്തെ അതിൽ അംഗീകരിച്ച് പറ്റും. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുമായിരുന്നു. കേരളത്തെ ഇതുപോലെ തൻ്റെ കാൽ കീഴിലിട്ട് കൊണ്ടുപോകാനും മാറ്റങ്ങൾ വരുത്താനും കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അദ്ദേഹം തിരിച്ചു വരണമെന്ന് ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളത് ആഗ്രഹിക്കും. തീർച്ചയായും അതിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഏകദേശം 40-നോളടുത്ത് MLA-മാരുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രധാന പ്രതിപക്ഷം. ഇവരുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ഇത്രയും പണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചിട്ട് ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കാത്തൊരവസ്ഥ വരുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു വലിയൊരു സംഭവം ഇതിനോടകം നമ്മൾക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രഷറിങ് ഉണ്ടായിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അല്ല, ഇക്കാര്യത്തിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കേണ്ടതും ഇവിടെ നടക്കുന്ന നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നികുതി അടക്കുന്ന പണം നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ വിനിയോഗിക്കുന്ന അത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന് യാതൊരു താല്പര്യവുമില്ല. അത് മാത്രമല്ല, പ്രതിപക്ഷം എന്നൊന്ന് ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഈ കേരളത്തിൽ പ്രതിപക്ഷം എന്നുള്ളത് ഉണ്ടോ? താല്പര്യങ്ങളനുസരിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുക, അതിൻ്റെ പുറകിൽ പോകുക എന്നപ്പം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ ജനങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നോക്കൂ. ഈ കോൺഗ്രസ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഞാനൊരു ഇന്ന പാർട്ടി എന്നല്ല, പ്രതിപക്ഷത്തെ ഏത് പാർട്ടി ആയാലും അമ്പേ പരാജയമാണ്. ഈ ഒരു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ ഒരു പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവസാനമായിട്ട് ചേട്ടാ, നമ്മൾ ഈ വിഷയം ഇങ്ങനെ തുറന്നു പറയാനായിട്ട് ചേട്ടനൊരു മടിയില്ലാതെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ രണ്ടാമതൊരു ചർച്ചയായത് വീണ്ടും ഒരു കാലവർഷം നമ്മുടെ കേരളത്തിൽ വന്നൊരു സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സാധാരണക്കാരായിട്ടുള്ള പല ജനങ്ങളും ഇത് പറയാനായിട്ട് ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഭയപ്പാട് പോലെ ഉണ്ടായിരുന്നത്? താങ്കൾക്കത് ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? അല്ല, അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ എത്രയോ വാർഷികം ഈ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. പക്ഷേ മലയാളികൾ പൊതുവെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ അനുകൂലിച്ച ഒരു ജനത മലയാളികളാണ്.
പറയാൻ ഭയപ്പെടുന്ന ആളുകളാണ്, കാര്യങ്ങൾ പറയാൻ ഭയപ്പെടുന്ന, എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന, ഞാൻ സത്യം തുറന്നു പറയുന്നതിലൂടെ എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ഭീരുക്കളായി മലയാളികൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തങ്ങളിലൊന്നായിട്ടുള്ള ചൂരൽമല ഉരുൾപൊട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 765 കോടി രൂപയോളം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ടും അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ വളരെ വലിയ രീതിയിൽ അത് അനാവശ്യമായിട്ടുള്ള തരത്തിലേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇതിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരാത്തതും ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ പരിഹാരമുണ്ടാകും, ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ചൂരൽമലയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.